നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ അസാധാരണമായ ദൈവസാന്നിധ്യം മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സ്കൂളിൽ പോകാതെ നിങ്ങൾ ഇവിടെ വന്നത് ഒരു നിയോഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കണം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി ഒരു നിമിഷം, ഒരു 2 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബസ്സിലേക്ക് തുടങ്ങാം. പെട്ടെന്ന് കർത്താവിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഫെബ്രുവരി 17-ാം തീയതി മുതൽ SSLC +2 മോഡൽ എക്സാംസ് തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന എക്സാമിനെ ഓർത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ അടുത്ത മാസങ്ങളിൽ, ഈ മാസങ്ങളിലൊക്കെ എക്സാം എഴുതും. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ണുകളടച്ച്. പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ മക്കൾ കർത്താവേ ഈ ഒരു അധ്യയന വർഷം കർത്താവേ അവസാനിക്കുന്ന ഈ സമയത്ത് എക്സാം എഴുതുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മക്കളുടെ ബുദ്ധി മണ്ഡലത്തെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ച കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് എഴുതുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ യേശുവ. പ്രത്യേകിച്ച് പബ്ലിക് എക്സാം എഴുതുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിദ്യാഭ്യാസത്തിൽ ഉയർച്ച പ്രാപിക്കട്ടെ, ഉന്നതി ഉണ്ടാകട്ടെ കർത്താവേ. ഭാവി നന്മകൾ പ്രാപിച്ചെടുക്കട്ടെ കർത്താവേ. വരും തലമുറ യേശു കർത്താവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ കർത്താവേ. തലമുറകളൊന്നും ഒരു നശിച്ചു പോകാതെ, തോറ്റു പോകാതെ ജയത്തിലേക്ക്, സകലത്തിലേക്ക് കർത്താവ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയങ്ങൾ നൽകണം. അനുഗ്രഹിക്കപ്പെട്ട അഡ്മിഷൻസിനെ കർത്താവ് ഒരുക്കണം കർത്താവേ. മക്കൾക്ക് വേണ്ടുന്ന സകല നന്മകൾ ഒരുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ദൈവവചന വേദഭാഗത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12:6. അപ്പോസ്തല പ്രവൃത്തികൾ 12:6. നാളെ വിധി വരും. ദൈവമാവ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, മൈക്കിൽ വായിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. എനിക്ക് പെട്ടെന്ന് എടുത്ത് വായിക്കുക. നമ്മുടെ മുമ്പിൽ പരിമിതമായ സമയമാണ് ഉള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ നാളെ കുറ്റം വിധിക്കുന്ന സമയമാണ്. ഇതുവരെ ഓടിയതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പത്രോസ്. വിധി വേറൊന്നുമല്ല, മരണശിക്ഷ വിധിക്കാൻ വേണ്ടി രാജാവ് ഒരുങ്ങിയിരിക്കുക. അതല്ലേ വായിച്ചത്? 12:6. ഒന്നുകൂടി മൈക്കിൽ കൂടി ഒന്ന് വായിച്ചേ. ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയായി ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നാളെ കൊന്നുകളയും, നാളെ ജീവിതം തീരും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തലേ ദിവസം ഉറങ്ങാൻ കഴിയുമോ? മാനുഷികമായി നോക്കിയാൽ ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കണം. അല്ലേ? അല്ലേ? ആമേനാണോ? അല്ലേ? യെസ് ഓർ നോ? അല്ലേ? മാനുഷ്യമായി നോർമലായ ഒരു വ്യക്തിക്ക് രാജാവ് നാളെ വിധിക്കുമെന്ന് അറിഞ്ഞിട്ട് അതിന്റെ അകത്ത് സുഖമായി ഉറങ്ങാൻ പറ്റില്ല. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരാൽ കാവൽ ചെയ്യപ്പെട്ട് പത്രോസ് അതിന്റെ അകത്ത് കിടന്നുറങ്ങിയത്. ആത്മമണ്ഡലത്തിന്റെ അകത്ത് ദൈവാത്മാവിൽ ചലിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറയട്ടെ, ചങ്ങലയ്ക്ക് നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല, കാവൽക്കാരന് നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. നിന്റെ സീസൺ തിരിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങലയിട്ടവനോട് ചങ്ങല കൊണ്ട് നിന്നെ കെട്ടിപ്പിടി
പ്രതിസന്ധികൾ വരുമ്പോൾ കരയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല സിസ്റ്റർ എന്നുള്ള നഗ്നമായ കള്ളം പറയാൻ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇത്രയും സൈലന്റ് ആയിട്ട് ഈ മീറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല. സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴാണ് പൊട്ടിക്കരഞ്ഞു പോകും. സൈലന്റ് ആയിട്ട് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മടിയില്ല പറയാൻ. സൈലന്റ് ആയിട്ട് കരഞ്ഞത് എന്തോന്നാണ്? പുറത്ത് ശബ്ദം വരാതെ കരഞ്ഞതിന്റെ കാരണം അകത്ത് മനോവ്യസനം വന്നത് കൊണ്ടാണ്. ഒരു ഹന്നയെ നമുക്ക് കാണാൻ കഴിയോ? മനോവ്യസനം ഹേതുവായി അവളുടെ ശബ്ദം പുറത്തു വരാത്തോണ്ട് എന്നെ പുരോഹിതൻ സൂക്ഷിച്ചു നോക്കുക. ഇവൾ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ? ഇവൾ ആരാധിക്കാൻ വന്നതല്ലേ? ഇവൾ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. ഇവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട്, ശബ്ദം പുറത്തു വരുന്നില്ല. ഹല്ലേലൂയ. ആരും കാണാതെ തലയുടെയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സഹോദരിമാരെ, എന്റെ ശബ്ദം ആരും കേൾക്കേണ്ടത് നീ പറഞ്ഞെങ്കിലും പരിശുദ്ധാത്മാവ് നീ മറവായിരിക്കുന്നില്ല. എന്റെ ദൂത് ഇതൊന്നുമല്ല, കർത്താവ് തിരിച്ചു വിടുക. വിചാരിച്ചു നാളെ ഒന്ന് കൊന്നു കളയാവുന്നു. ഹെരോദാക്കന്മാർ വിചാരിച്ചു, രാജാക്കന്മാർ വിചാരിച്ചു, പോലീസ് വിചാരിച്ചു നാളെ കൊണ്ട് നിന്റെ സീസൺ തീരുമെന്ന്. ദൂത ചിലരോട് ദൂത ഞാൻ വിളിച്ചു പറയുന്നില്ല, ഇതിന്റെ അകത്തിരിക്കുന്നവരുടെ ദൂതേ ഞാൻ പറയത്തുള്ളൂ, അല്ലാത്ത ഒരു ശബ്ദം എന്റെ വായിൽ നിന്ന് പുറത്തു വരത്തില്ല. എനിക്കറിയാം ദൂത. ഹെരോദാവ് നിന്നെ പീഡിപ്പിക്കുന്നോറും സാന്നിധ്യത്തിൽ പറയണം. പത്രോസിന് സഭയില്ലായിരുന്ന? ഉണ്ടായിരുന്നോ കുഞ്ഞ്? സഭ ഉണ്ടായിരുന്നോ? പത്രോസിന്റെ കൂടെ സഭ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. വിശ്വാസികൾ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ കൊടുങ്കാറ്റടിച്ചപ്പോ പത്രോസ് ഒറ്റയ്ക്കായി. ദൂത് ഒറ്റയ്ക്ക് കയറി വന്നവനെ തകർത്ത് കളയാൻ പറ്റത്തില്ല. അവന്റെ കൂടെ അപ്പം പിടിച്ചിട്ടുണ്ട്. സപ്പോർട്ടോടെ കയറി വന്നവനെ തകർക്കാൻ എളുപ്പമാ. ഒറ്റയ്ക്ക് കയറി വന്ന തീപന്തത്തെ കെട്ടി കളയുവാൻ കണ്ട പിശാചെ നിനക്ക് പറ്റത്തില്ല. ഒരു രോഗത്തിനും പറ്റത്തില്ല, ഒരു ശാപത്തിനും പറ്റത്തില്ല. നിനക്കെതിരായി ശത്രു എഴുതിയ സകല രേഖകളും അവനെതിരായി തീരാൻ പോകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ശത്രു നിനക്ക് എതിരെ എഴുതി എന്ത് ചെയ്യണം? നിന്നെ കൊന്നു കളയണം. പക്ഷേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുന്നു, എസ്തേർ രാജ്ഞിയുടെ പുസ്തകം, എസ്തേറിന്റെ പുസ്തകത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്നു, ഹാമാൻ ഒരു രേഖയുണ്ടാക്കുകയാ മൊർദെഖായിയെ കൊന്നുകളയാൻ. വേറെ ഒന്നുമില്ല. ഹാമാൻ ഇരിക്കുമ്പോ മൊർദെഖായിക്ക് എഴുതേക്കാൻ കുറച്ച് കുഴപ്പം. ഭയങ്കര രാജാവല്ലേ, രാജാവിന്റെ കീഴിൽ നിൽക്കുന്ന അധികാരിയല്ലേ. എന്നെ കാണുമ്പോ മൊർദെഖായിക്ക് മാത്രം എന്താ കുഴപ്പം? നീ ഉത്തരം പറയാൻ പോകണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതിയെന്ന്. ചിലരൊക്കെ കരയുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇസ്രായേൽ ജനം പീഡിപ്പിക്കുന്നോറും ജനം വളർന്നു. ഞെരുക്കങ്ങൾ വരുംതോറും ആത്മാവിൽ ബലപ്പെട്ടു. നിന്നെ കുറ്റം പറയാനിരിക്കുന്നവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നീ നിശ്ചയം പുറത്തു പോകും. പത്രോസ് സുഖമായി ഉറങ്ങുകയാണ്. സഭ കഴിഞ്ഞ ദിവസം വരെ പ്രാർത്ഥിച്ചു. സഭയ്ക്ക് പോലും വിശ്വാസം ഇല്ല പത്രോസ് പുറത്തു വരുമെന്ന്. പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയാമോ? പത്രോസ് പുറത്തു വന്നപ്പോ രോധ എന്ന പെൺകുട്ടി ഓടി വന്ന് സഭയിലിരിക്കുന്ന, സഭ പ്രാർത്ഥിക്കുകയാണ്.
സഭ പ്രാർത്ഥിക്കുമ്പോൾ രോധ എന്ന പെൺകുട്ടിയെ വന്ന് പറയുകയാണ്, ദാ പത്രോസ് പുറത്തു വന്ന് നിൽക്കുന്നു. സഭ പറഞ്ഞു, അവന്റെ ആരായിരിക്കും? ദൂതൻ. അവന്റെ ദൂതനാണ്, അതാ പത്രോസ് അല്ല. മനസ്സിലായോ? മനസ്സിലായോ? നീ ചില പ്രശ്നങ്ങളുടെ അകത്തുനിന്ന് പുറത്തു വരുന്നത് നീ പോലും അറിയില്ല. ദൂത. നീ ചില പ്രശ്നങ്ങളുടെ അകത്ത് നിന്ന് പുറത്തു വരുന്നത് നീ പോലും അറിയത്തില്ല. അത്യത്ഭുതകരമായ രീതിയിൽ നീ അതിൽ നിന്ന് ഊരിപ്പോരും. പരിശുദ്ധമായി പറയുന്നു, ആ വിഷയത്തിന്റെ അകത്ത് നിന്ന് നീ വേഗത്തിൽ ഊരിപ്പോരും. കാരണം നിന്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെതിരെ നിന്നാൽ സ്വർഗ്ഗം ഇടപെടും, സ്വർഗ്ഗം ഇടപെടും. പത്രോസേ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയത്? നാളെ മരിക്കാൻ പോവല്ലേ? സന്തോഷമല്ലേ? പത്രോസിനോട് ഞാൻ ചോദിച്ചാ പത്രോസ് പറയോ, എനിക്കറിയാം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ അപ്പന് വേണ്ടി ഈ നിമിഷം മരിച്ചാൽ അപ്പൻ പിതാവിന്റെ സന്നിധി ഞാൻ ചിന്തിക്കും. മരിച്ചാൽ യേശുവിന് വേണ്ടി. അങ്ങനെയുള്ള ജനത്തെയാ കർത്താവിന് വേണ്ടിയത്. ഒരാൾ എന്തെങ്കിലും കുറ്റം പറയുമ്പോ ഞാനിത് ചെയ്യുന്നില്ല, എന്റെ അപ്പന്റെ മേലെ എനിക്ക് വേണ്ടെന്ന് പറയുന്നവരല്ല. എന്തെങ്കിലും കൊടുങ്കാറ്റ് വരുമ്പോ എനിക്കിനി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരല്ല. യഹോവയെ കാത്തിരിക്കുന്നുവോ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന കാലഘട്ടത്തിലേക്ക് ഇതിന്റെ അകത്തെ ജീവിതത്തിനെ കർത്താവ് ലിഫ്റ്റ് ചെയ്യുകയാ. ആരെന്തേലും പറഞ്ഞു എന്നെ ഏൽപ്പിച്ച വേല ഞാൻ ചെയ്യും. എന്തും മാറ്റിവെച്ച സമയമാണെങ്കിൽ, ബിസിനസ് ആണെങ്കിൽ, ഉപജീവന മാർഗ മേഖലകളാണെങ്കിൽ, ജോലിയാണെങ്കിൽ അതും മാറ്റിവെച്ച എന്റെ അപ്പന് വേണ്ടി ഞാൻ ഓടും. ഒരു വഴിയും
ഞാൻ പാസ്റ്റായെന്ന് നിങ്ങൾ വിചാരിക്കണം. എന്റെ കർത്താവിന്റെ ഹൃദയത്തിൽ സംസാരിച്ചത് കൊണ്ടാണ് ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റത്. എന്റെ കൂടെയുള്ള കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ നിനക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, നിനക്കൊരു നല്ല ജോലി കിട്ടുമല്ലോ, എന്തുകൊണ്ട് ഈ ദൈവവേലയ്ക്ക് ഇറങ്ങിയെന്ന് ചോദിക്കുന്നവരോട് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, എന്റെ അപ്പൻ എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്താ എനിക്ക് ഈ വചനം കൊണ്ട് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ യേശു കർത്താവ് അപ്പനാ. പാരമ്പര്യമുണ്ട് ഉള്ളത് കൊണ്ട് ഇറങ്ങി വന്നതല്ല. പപ്പ പാസ്റ്റാണല്ലോ, എന്റെ അപ്പച്ചൻ പാസ്റ്റാണല്ലോ, അതുകൊണ്ട് ചെറുപ്പങ്ങൾ പാസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതല്ല. മരുഭൂമിയുടെ അകത്ത് അവൻ എന്നോട് ഹൃദ്യമായി സംസാരിച്ചു, എനിക്ക് നിന്നെ വേണം. ഒരു കൂട്ടം മക്കളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഒരു കൂട്ടം മക്കളെ വേദനയിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ, ഒരു കൂട്ടം അമ്മമാരുടെ കണ്ണുനീർ തുടപ്പാൻ, ഒരു കൂട്ടം അപ്പന്മാർക്ക് ആശ്വാസമാകുവാൻ കുഞ്ഞിനൊക്കെ പോകാൻ തയ്യാറാകാമോ? ഞാൻ ആരെ അയക്കേണ്ടു? കർത്താവ് എന്നോട് ചോദിച്ചു, ആരെ അയക്കേണ്ടു? ഞാൻ പറഞ്ഞു, അപ്പ ഞാൻ പോവാം. അതിൻ്റെ അകത്ത് ഒരുപാട് കൺവെൻഷൻ ആയിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോ എല്ലാരും എന്നെ നോക്കി. ഇത്ര ചെറുപ്പ സമയത്ത് കർത്താവിന് വേണ്ടി ഇത്രയും തീഷ്ണത. ഞാൻ പറയട്ടെ, തീയില കർത്താവിനെ അഭിഷേകം ചെയ്തെടുത്തത്. ആ തീയുടെ ഫലമാണ് ഇന്ന് ശുശ്രൂഷയുടെ സകല മേഖലകളിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഒന്നിനെ നോക്കിയല്ല, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തല്ല എന്റെ ശുശ്രൂഷ. എന്റെ അപ്പൻ വിളിച്ചത് കൊണ്ടാ. എന്റെ അപ്പനെ തല കുനിയുവാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുന്നു. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇതിന്റെ അകത്ത് 3 പേര് വന്നാലും ഞാൻ ശുശ്രൂഷിക്കും, പ്രവചിക്കും. നിങ്ങളെ ഞാൻ ആ ദൈവമഹത്വത്തിലേക്ക് കൊണ്ടുവരും. ആളിന്റെ പേരിപ്പോ അല്ല, പക്ഷെ ഇതിന്റെ അകത്ത് നിറയെ ജനമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നിന്റെ വിശ്വസ്തത കർത്താവ് നോക്കും കേട്ടോ. നിന്നെ എങ്ങനെ ഏൽപ്പിച്ചാൽ, നിന്റെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നീ എങ്ങനെ ചെയ്യുമെന്ന് കർത്താവ് നോക്കും. ഒരു കാര്യത്തിന് നിന്നെ ഏൽപ്പിച്ച നീ എന്ത് ചെയ്യും? അത് നീ നേരെ ചൊവ്വേ ചെയ്യോ, അതോ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ മാറ്റി വെക്കോ? മാറ്റി വയ്ക്കുന്നവരെ കർത്താവ് മാറ്റി നിർത്തിയിട്ട് എന്റെ അപ്പ എന്ന് വിളിക്കുന്നവരെ കർത്താവ് ചേർത്ത് വിളിക്കും. ഇതിന്റെ അകത്ത് കുറ്റം വിധിക്കുന്നതിന് ഭയമില്ലാതെ ഉറങ്ങാനുള്ള ഒരു അഭിഷേകം എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് വേണം ഈ അഭിഷേകം? നാളെ കുറ്റവിധിയാണ്, ന്യായവിധിയാണ്. സുഖമായി ഉറങ്ങണം. നാളെ ഫീസ് അടയ്ക്കേണ്ട സമയമാ, കയ്യില് ഫീസ് ഇല്ല. നിങ്ങളുടെ അനുഭവം ഞാൻ പറയാം. നാളെ ആശുപത്രിയിൽ പോകണം, കയ്യിൽ നോക്കിയിട്ട് പൈസ ഇല്ല. നാളെ ഒരു കോടതി വിധിയുണ്ട്. ചിലപ്പോ നമുക്ക് അനുകൂലമായി വിധിക്കാം, ചിലപ്പോ പ്രതികൂലമായി വിധിക്കാം. നാളെ കുടുംബ കോടതിയിൽ പോകണം. യൂട്യൂബിലൊക്കെ ആയിരിക്കുന്നവരോട് പരിശുദ്ധമാ പറയുക, ചില വിവാഹ ബന്ധങ്ങളൊക്കെ വേർപെടുത്തുവാൻ കുടുംബ കോടതിയുടെ നടുവിൽ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവജനമേ, നീ യേശു കർത്താവിലൊന്ന് വിശ്വസിക്ക, യേശു കർത്താവിലൊന്ന് വിശ്വസിക്ക. നിന്റെ കുടുംബ ജീവിതത്തെ പണിയുവാൻ കർത്താവിന് കഴിയും. ശത്രു എപ്പോഴും ആഗ്രഹിക്കും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാനാണ്. എപ്പോഴും ശത്രു ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം, നമ്മളെ മുഖം വാടിയിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്റെ മോള് എന്റെ മോൾ ചിരിച്ചോണ്ടിരിക്കണം. ശത്രു കരയിക്കുവാൻ അവന്റെ ആയുധങ്ങൾ ഒന്ന് വിചാരിച്ചോണ്ട് വേണം. കല്ലെടുക്കാം, കല്ലുണ്ടല്ലോ, ആവിന്റെ കല്ലുകളുമായി എറിയാൻ വരുമ്പോ ഏത് മുഖേന എറിയാം കേട്ടോ. അപവാദം പറഞ്ഞെന്നിരിക്കാം, വിമർശനം പറഞ്ഞെന്നിരിക്കാം, പ്രയാസപ്പെടുത്തിയെന്നിരിക്കാം, നീ ശുശ്രൂഷയിൽ വീണ് പോകാൻ കൂടെ നിന്നിട്ട് ചിലപ്പോൾ മാറിയെന്നിരിക്കാം. പക്ഷെ ദൈവാത്മാവിൽ ചലിക്കുന്ന ജനറേഷൻ ഈ കല്ലുകളെ നോക്കരുത്. എന്റെ പപ്പ പഠിപ്പിച്ച പാഠം, കല്ല് കിട്ടിയത് വളരെ നന്നായി. ഈ കല്ലുകളെ നോക്കരുത് കുഞ്ഞുങ്ങളെ. ഈ കല്ലുകൾ നോക്കിയാൽ നിന്റെ വേല നിനക്ക് ചെയ്യാൻ പറ്റില്ല. നീ പൊസിഷനിൽ വലുതാകും തോറും കല്ലിന്റെ അളവ് വർദ്ധിക്കും, കുറയില്ല. ഇപ്പൊ കുഞ്ഞുകല്ല, കാരണം പൊസിഷൻ അനുസരിച്ചുള്ള കല്ല്. ഇതാണല്ലോ കുഞ്ഞുകല്ല്. ഇത് കുഞ്ഞുകല്ല. മനസ്സിലായോ? ബിസിനസിന്റെ അകത്ത് നീ ഒരു പരിധി കഴിഞ്ഞ് വളർന്നു കഴിയുമ്പോ, ശുശ്രൂഷയുടെ അകത്ത് ഒരു പരിധി കഴിഞ്ഞ് വളർന്നു കഴിയുമ്പോ, കുടുംബ ജീവിതത്തിന്റെ അകത്ത് ഒരു പരിധി കഴിയുമ്പോ പിശാചി ഈ കല്ലങ്ങ്
വെക്ക്. ഇനി ഇതുകൊണ്ട് എറിഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറയും? മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? സിമ്പിൾ ആണോ? മനസ്സിലാകുന്നുണ്ട്. ഈ കല്ല് കൊണ്ട് എറിഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഈ കല്ലെടുക്കും. ഈ കല്ല് വരുമ്പോഴും സാന്നിധ്യത്തിൽ മറയണം. മനസ്സിലായോ? നിന്നെ കുറ്റം വിധിക്കുന്നവരോട് നീ പറയാൻ നിൽക്കരുത്. നിന്നെ ആള് കാണിക്കാൻ നീ നിൽക്കരുത്. നീയാണ് നീതിമതി എന്ന് കാണിക്കാൻ നിൽക്കേണ്ട. സ്വർഗം തെളിയിച്ചോളൂ. കൈയടിച്ച് എല്ലാവരും കൈയടിച്ച് നിർബന്ധം. നീ അറിയാത്ത കാര്യം നിന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുമ്പോ, നിന്റെ കൂട്ടുകാർ നിനക്ക് വിരോധമായി തീരുമ്പോ, ആദ്യത്തെ വാതിൽ കൂട്ടുകാർ വിട്ടുപോകും. 3 വാതിലുണ്ട്. 3 വാതിൽ പറഞ്ഞിട്ടേ ഞാൻ ഇന്ന് നിർത്തത്തുള്ളൂ. 1 മണിക്കുള്ളിൽ തന്നെ ഞാൻ നിർത്തും കേട്ടോ. ഭാരപ്പെടണ്ട, ആരും ഭാരപ്പെടണ്ട. 3 വാതിൽ തുറന്നേച്ച് നമുക്ക് അതിനകത്ത് കയറിയിട്ട് അന്നാവരൊന്ന് ആരാധിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. റെഡിയാണോ? അതോ 1 വാതിൽ തുറന്നാൽ മാത്രം മതിയോ? ഇപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ്. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കോയ ടീമംഗങ്ങൾ ഫ്രണ്ടിലോട്ട് വരും. കാണിക്കെടുക്കുന്ന സമയമാണ്. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ യാഗമായി കൊടുക്കാൻ നിങ്ങൾ വെച്ചിരിക്കുന്ന ഓഫറിംഗ് കർത്താവിന്റെ കരങ്ങളിലേക്ക്, നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് എടുക്കാം. പരിശുദ്ധ പിതാവേ, കർത്താവെ, ഈ ജനം വെറുതെ വരാതെ ഈ നാദാമിസ്റ്റിക്ക് സഹായത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഓഫറിങ്ങിനായി നന്ദി പറയുന്ന കർത്താവെ, വലിയൊരു ദൈവ മഹത്വം വെളിപ്പെടട്ടെ കർത്താവെ. ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ അങ്ങ് മാനിക്കണേ യേശപ്പ. കർത്താവെ, ഇവരാരെങ്കിലും കർത്താവെ അപ്പച്ച സാമ്പത്തികമായി ബുദ്ധിമുട്ടോടെ കടന്നു വന്നെങ്കിൽ അപ്പൊ അവരുടെ പടകിനങ്ങ് നിറയ്ക്കണേ യേശപ്പച്ച. കർത്താവെ, ഒന്നിനും കുറവില്ലാതെ മാനിക്കണം. മുമ്പോട്ടുള്ള വഴി ഇവർക്ക് വേണ്ടി അങ്ങ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ച് ഭാരപ്പെടാതെ മുമ്പോട്ടുള്ള യാത്രയിൽ അത് സമയത്ത് കാക്കയെ അയച്ചങ്ങ് നാഥം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. കൊയർ ടീം അംഗങ്ങൾ മുമ്പോട്ട് വന്നൊരു ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതാണ്.
കുറ്റം വിധിക്കുന്നതിന്റെ ഭയമില്ലാതെ ഉറങ്ങാനുള്ള അഭിഷേകം. രണ്ടാമതായി, വാതിലിന്റെ മുമ്പിൽ ഉള്ള കാവൽക്കാരനെ കടന്ന് രക്ഷപ്പെടാനുള്ള അഭിഷേകം. ഒന്നാമതായി നാം പറഞ്ഞു, കുറ്റം വിധിക്കുന്നതിന്റെ ഭയമില്ലാതെ പത്രോസ് എന്ത് ചെയ്തു? ഉറങ്ങി. എങ്ങനെയാ ഉറങ്ങിയ? രണ്ട് കൈയും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു. ശത്രു നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ നീ ആത്മമണ്ഡലത്തിൽ കയറിക്കോണം, സാന്നിധ്യത്തിൽ കയറിക്കോണം. വാതിലിന്റെ മുമ്പിലുള്ള കാവൽക്കാരനെ കടന്ന് രക്ഷപ്പെടാനുള്ള അഭിഷേകം. എന്തിനാ കാവല് നിർത്തിയത് എന്നോടൊരു ചോദ്യം. എന്തിനാ കാവൽ നിർത്തിയത്? രക്ഷപ്പെടുമെന്ന് അറിഞ്ഞോണ്ട്. അല്ലാത്തവരെ കാവൽ നിർത്തണോ? ഒരു കാര്യവുമില്ല. ഇവൻ രക്ഷപ്പെടും, ഇവൻ അനുഗ്രഹിക്കപ്പെടും, ഇവൻ നന്മ അനുഭവിക്കുമെന്ന് അറിഞ്ഞോണ്ടാ ചിലർ നിനക്ക് കാവൽ നിൽക്കുന്നത്. അത് ബിസിനസിന്റെ അകത്തുണ്ട്, ശുശ്രൂഷയ്ക്കകത്തുണ്ട്, കുടുംബ ജീവിതത്തിന്റെ അകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ക്ലിയർ ആകുന്നുണ്ട്? ചിലർക്കൊക്കെ ക്ലിയർ ആകുന്നുണ്ട്. ചിലതൊക്കെ നിന്നെ കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ കാവൽ നിന്ന് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വേറൊരു വിളിയുണ്ട് സഹോദരി. നിന്റെ മേലൊരു വിളിയുണ്ട്, നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ട്. പ്രയോജനപ്പെടാത്തവരെ പിശാച് പോലും വേണ്ട. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പ്രയോജനമില്ലാത്തവരെ പിശാചിന് പോലും വേണ്ട. കള്ളുകുടിയനായി തെരുവോരങ്ങളിൽ കിടന്ന് ബീഡി വലിക്കുന്നവനെ ആർക്കും വേണ്ട. അവൻ മാനസാന്തരപ്പെട്ട് ഈ വചനവുമായി നിന്നാൽ മതി പരീക്ഷന്മാർ. കഴിഞ്ഞ കാലഘട്ടത്തിൽ മദ്യപിച്ച് വരെ കൂത്തുകളിൽ ബീഡി വലിച്ച് കിടന്നപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ദൈവവേലയിൽ എഴുന്നേറ്റപ്പോൾ കുറ്റവുമായി കല്ലുമായി ചിലർ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, കാവൽക്കാരെ നിന്നോട് പറയുന്നൊരു ദൂത്, നിനക്കധികം കാലം കാവൽ നിൽക്കാൻ പറ്റത്തില്ല. കാവൽ നിൽക്കാൻ നിന്നെ അതിന്റെ അകത്ത് കർത്താവ് അനുവദിക്കത്തില്ല. ചിലരൊക്കെ ചിരിച്ചോണ്ട് വരും, വിശ്വസിക്കരുത്. ചിലരൊക്കെ ചിരിച്ചോണ്ട് വരുമെന്ന്. ചിരി വീടും അവന്. ചിരിക്കകത്ത് കാപടത ഉണ്ടെന്ന് മനസ്സിലായോ? കാപടത വച്ചിട്ടാ ചിരിക്കുന്നത്. മനസ്സിലായോ? അകത്ത് നിന്നോട് ഹൃദയം കയ്പായിരിക്കുമ്പോഴാണ് അവന് ചിരിക്കുന്നത്. അവനെ നീ തിരിച്ചറിയണം ആത്മമണ്ഡലത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞാൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇതിന്റെ അകത്ത് ഓരോ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോ, ഇതിന്റെ അകത്ത് ഓരോരുത്തരും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോ, നിങ്ങൾ പ്രയോജനപ്പെടുമ്പോ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ആ വാഗ്ദത്തത്തെ എനിക്ക് നന്നായി കാണാൻ പറ്റും. പരിശുദ്ധമാവിൽ നയിക്കുന്നത് മാത്രമേ ഇതിൽ നിലനിൽക്കത്തുള്ളൂ.
സോറി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്കല്ലാത്തവരുമായി യാത്ര ചെയ്യാൻ സൗകര്യമില്ല. എന്നെ വിളിച്ചത് അതിനല്ല, കുറ്റം പറയാനോ വിമർശിക്കാനോ വേദനിപ്പിക്കാനോ ഞെരുക്കാനോ മുറിപ്പെടുത്താനോ മാറ്റി നിർത്താനോ അല്ല എന്നെ ദൈവം വിളിച്ചത്. ചേർത്ത് പിടിക്കാനാ. നീ ചേറ്റിക്കിടന്ന പാർക്ക് നിന്നെ വേണ്ടായിരുന്നു. ഒന്ന് ശരിയായി വന്നപ്പോ അല്ലേ, ഇവിടെ നിന്ന് പാലോട് കടത്തപ്പെട്ട പാർക്കും കുഴപ്പമില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോ ഇസബേലിനെ തകർക്കുന്ന ശക്തി കൊണ്ട് വന്നത്. ഇത്രയും നാൾ ഇവിടെ എവിടെ പോയിരുന്നു? ചിലതിന്റെ തലയെ തകർക്കാം, ചിലതിന്റെ തലയെ തകർക്കാം, ചില മുഖംമൂടികളെ പൊളിക്കാം. പരിശുദ്ധമായ കൂടെ നടക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ. നിന്റെ ഹൃദയത്തെ തന്നെ കീറണം. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ ഒരുപാട് വിഷമം അനുഭവിച്ച ചേച്ചിമാരുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പോയപ്പോ. പക്ഷേ എനിക്ക് സങ്കടം ഇല്ലെങ്കിൽ ചോദിച്ചാൽ സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് പോയേ പറ്റും. കാരണം എന്നെ പാലോട് കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ എനിക്ക് പാലോട് നിന്ന് ശുശ്രൂഷിച്ചേ പറ്റൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പീരീഡിൽ പാലോട് ശുശ്രൂഷിക്കാൻ നിർത്തിയാൽ നീ അവിടെ നിൽക്കണം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ കാട്ടാക്കട പഞ്ചായത്തിലേക്ക് കയറാമെന്ന് നീ അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് അരുവിയോടോട്ട് പോകാമെന്ന് അങ്ങോട്ട് പോകണോ? അത് കഴിഞ്ഞ് ഒറ്റശേഖരം അമ്പലത്തിലോട്ടാണ് പോകാമെന്ന് അങ്ങോട്ട് പോകണം. പിടിച്ച് തൂങ്ങി നിൽക്കരുത്, ഏൽപ്പിച്ച വേല ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പപ്പയ്ക്ക് എന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പപ്പ എന്നോട് പറയും, മക്കളെ നീ വളരും, നിന്റെ ഗ്രൂപ്പ് വളരും. എനിക്ക് മനസ്സിലായി. എതിരില്ലേലും പിശാച് നമ്മളെ വേണ്ട. കല്ല് എറിയുന്നുണ്ടെങ്കിൽ കുറ്റം ആരോപിക്കുന്നുണ്ടെങ്കിൽ വിളിവേറെയാണെന്ന് പ്രതികരിക്കാൻ പോകണ്ട. ചിലരൊക്കെ മാറ്റി നിർത്തുമ്പോൾ നീ പ്രതികരിക്കാൻ പോകണ്ട. ചിലരൊക്കെ കുറ്റം ആരോപിക്കാൻ നീ പ്രതികരിക്കാൻ പോകണ്ട. നിന്നെ വിളിച്ചത് അപ്പനാണെങ്കിൽ അപ്പൻ തെളിയിച്ചോളും. നീ ദൈവസന്നിധി പറയണം കേട്ടോ. ഹല്ലേലൂയ. അടുത്തതായി ചങ്ങലയിൽ നിന്ന് വിടുതൽ തരുന്ന അഭിഷേകം. അടുത്തതായി സത്യം അരക്കി കെട്ടി. അരക്കി കെട്ടാൻ പറഞ്ഞു, അരക്കെട്ടി അല്ലേ? എന്റെ തെറ്റാൻ വായിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു. വർഗത്തിലോ ഒന്നാണ് സത്യം അരയ്ക്ക് കെട്ടിയും സമാധാന സുവിശേഷത്തിനായിട്ട് ചെരുപ്പിടാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് ചെരുപ്പിടണമെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാനോ പറഞ്ഞേ. പത്രോസിനോട് ചങ്ങലെ കെട്ടി വെച്ചിരിക്കുക, രണ്ട് കാവൽക്കാർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുക, ഒന്നാം കാവലിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോഴാ പറഞ്ഞ ചെരുപ്പിട്, അരകെട്ട്, സത്യം കെട്ടണം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, ചെരുപ്പണിയണം. ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ആ പിശാചിനോട് പോരാടാൻ. മനസ്സിലായോ? ഒരു മനുഷ്യനോട് എതിർപ്പെട്ട് വന്നാൽ ആ മനുഷ്യനെ നിങ്ങൾ കാണരുത്. മനുഷ്യന്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ മനുഷ്യന്റെ അകത്ത് കിടക്കുന്ന സ്പിരിറ്റ് ആണ് നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ആ വ്യക്തിക്ക് പോലും അതറിയത്തില്ല. ആ വ്യക്തി നിസ്സഹായനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. ഇപ്പൊ ഞാനും ഒരു കുട്ടിയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഞാനും ഈ കുട്ടിയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. ആ കുട്ടിയും ഞാനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോ ആ കുട്ടി നിസ്സഹായാണ്. പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് ആണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് ബിസിനസ്സിലുണ്ട്, അത് കുടുംബ ജീവിതത്തിന്റെ അകത്തുണ്ട്, ശുശ്രൂഷയിലുണ്ട്. ആ വ്യക്തികൾ പാവമാണ്. സത്യം പറഞ്ഞ പിശാച് എടുക്കുന്നതേ ഉള്ളൂ, ആയുധം എടുത്ത് എറിയുന്നതേ ഉള്ളൂ. എല്ലാം ചെയ്തു കഴിയുമ്പോ അവര് പൊട്ടിക്കരയും. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പറ്റിപ്പോയല്ലോ, പക്ഷെ സകലതും കയ്യിൽ നിന്ന് പോയിരിക്കും ആ സമയം. മനസ്സിലാകുന്നുണ്ടോ? പിശാചിന്റെ ആയുധമാണ് തിരിച്ചറിഞ്ഞാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അരയ്ക്ക് സത്യം കെട്ടി ചെരുപ്പിട്ട് ദൈവസന്നിധി ഉറയ്ക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ അവൻ പന്താണ്. ഞാനിതൊരു ആത്മീയ സത്യമാണ്. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇപ്പോ ഒരു പ്രശ്നം, ആ വ്യക്തിയോടല്ല ഞാൻ ശണ്ട കൂടേണ്ടത്, അതിന്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റ്. അതാ പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, കാഴ്ചകൾ
അതുകൊണ്ടാ, സോറി. കുത്തി നോക്കും, അകത്തിരിക്കണം, എന്തെങ്കിലും പ്രതികരിച്ചാൽ ഇട്ടിട്ട് പോകുമല്ലോ. കുത്തിയാലും പ്രതികരിക്കാൻ വരുന്നില്ലെന്ന് നിന്റെ തലയെ തകർത്തവൻ യേശു കർത്താവ്. പ്രതികരിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. പ്രതികരിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾക്ക് ദൈവവേല ചെയ്യാം. എത്ര പേരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്? കൊടുങ്കാറ്റടിച്ചോട്ടെ, പ്രയാസം വന്നോട്ടെ, ഞെരുക്കം വന്നോട്ടെ, അതിന്റെ നടുവിൽ അപ്പന് വേണ്ടി ഓടാൻ എത്ര പേര് തയ്യാറാണ്? എത്ര പേരുണ്ടോ? കരയുയർത്തി തയ്യാറുള്ളവർ മാത്രം കർത്താവിന് വേണ്ടി നിൽക്കാൻ. എന്നെ ഏൽപ്പിച്ച സമയം, എന്നെ ഏൽപ്പിച്ച ജോലി മേഖലകളൊക്കെ മാറ്റി, എന്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ച സകല കാര്യങ്ങളും മാറ്റിവെച്ച എന്റെ അപ്പന് വേണ്ടി ചില സമയങ്ങൾ എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും ഉരുകിട്ടില്ല. കരങ്ങൾ ഉയർത്തി പാടാമോ? എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും ഉരുകിട്ടില്ല.
ഒരു വാതിലിനും നിന്റെ മുമ്പിൽ അടയാൻ പറ്റത്തില്ല. കാരണം നിന്നെ വിളിച്ചത് വാതിൽ ചമച്ചവനാ. ഞാൻ വാതിലാകുന്നു. കേട്ടിട്ടുണ്ടോ അതിന്? ഒരു വാതിലിനും നിന്റെ മുമ്പിൽ അടയാൻ കഴിയില്ലെന്ന്. പത്രോസേ, വാതിൽ അടഞ്ഞത് ശരിയാ, കൂട്ടുകാരൊക്കെ വിട്ടുപോയത് ശരിയാ, സഭക്കാരൊക്കെ കുറ്റം പറഞ്ഞത് ശരിയാ, അയൽക്കാരൻ വിരോധമായി തീർന്നത് ശരിയാ. പക്ഷേ ഒന്നാം വാതിൽ നീ കടന്നിരിക്കുന്നു. ഒന്ന് കൈയടിച്ചേ. ഒന്നാം വാതിൽ കടന്നവരൊന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. ഒന്നാം കാവലിന്റെ പ്രത്യേകത വീട്ടുകാര് വിടും. ശ്രദ്ധിച്ചേ. ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ മീറ്റിംഗ് അവസാനം. അതിന്റെ പരമപ്രധാനമായ ഘട്ടത്തിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കും. ഒന്നാം കാവലിന്റെ അകത്ത് നിന്റെ കൂട്ടുകാരൻ നിന്നെ വിട്ടിട്ട് പോകും. നിന്റെ നാട്ടുകാർ നിനക്ക് വിരോധമായി. നിന്റെ ഹല്ലേലൂയ കൂടെ നിൽക്കുന്ന സഭക്കാരൻ നിനക്ക് വിരോധമായി. പത്രോസിനെ പിടിച്ചപ്പോ പത്രോസ് ഒറ്റയ്ക്കായെന്ന്. പത്രോസിനെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചപ്പോ സഭക്കാരവിടെ ഇല്ല. സഭക്കാര് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ശുശ്രൂഷക, നീ കർത്താവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നീ വീഴുപോവും. കൊടുങ്കാറ്റ് വരും, പ്രയാസം വരും, ഞെരുക്കം വരും. കൊടുങ്കാറ്റ് വരും, വേദന വരും, ഞെരുക്കം വരും, പ്രയാസം വരും. വിളിച്ച ദൈവത്തെ നോക്കിക്കോണം. കൂടെ നിൽക്കുന്നവരെ നമ്പരുത്. ആമേൻ. പത്രോസിന്റെ ജീവിതം കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയുക. ഹല്ലേലൂയ. രണ്ടാം കാവൽ. നീ നിന്നെ കുറിച്ച് പറഞ്ഞ ചില സങ്കല്പങ്ങളുണ്ട്. എന്നെ പറ്റിയാണ് ഞാൻ പറയാല്ലേ? അതല്ലേ നല്ലത്? ഞാനിവിടെ നിൽക്കത്തുള്ളൂ. ഞാൻ ഈ കാട്ടിന്റെ അകത്ത് കിടന്ന് ഞാൻ അവിടെ കിടന്ന് മരിച്ച് നശിച്ചു പോകും. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തീർന്നോ? ഞാൻ എഴുന്നേക്കത്തില്ല. എനിക്ക് ശുശ്രൂഷയില്ല. എനിക്കൊരു നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുന്ന ചില ശാപവാക്കുകൾ. അങ്ങനെ പറഞ്ഞവർ ഇതിന്റെ അകത്തുണ്ട്. അതിനെ പൊട്ടിക്കണം. രണ്ടാം കാവൽ അതിനെ പൊട്ടിക്കണം. അതിനെ പൊട്ടിച്ചാലേ കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. കർത്താവ് അനുഗ്രഹിക്കാൻ അതിനെ വരും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനെ പറയും, ഇല്ല ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കർത്താവ് മക്കൾ അവിടെ ഇരുന്നോടാ, എണീക്കല്ലേ എണീക്കല്ലേ, തട്ടുമുട്ടും. കഴുകനൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞെ. കഴുക കൊടുങ്കാറ്റിനെ നോക്കി നിൽക്കും. എന്തിനെന്നറിയാമോ? പറക്കാനാ. സഹോദരന്മാർക്ക് മനസ്സിലായി. കൊടുങ്കാറ്റിനെ ഇങ്ങനെ കാത്തിരിക്കുക. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം സീസൺ തിരിയ സമയമായുള്ള പ്രശ്നം വന്നേ. പ്രതികൂലം വന്നത് എന്തിനാ? ഉച്ചവർ വിട്ടിട്ട് പോയ എന്തിനാ? എന്നെ കണ്ടതുകൊണ്ടാ. അധിക നാൾ അബ്രഹാമിന് ലോത്തിന് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, സ്വന്തം ദേശത്തെ വിടണം. സ്വന്തം ദേശത്തെ വിട്ട് പരദേശിയായി പാർത്ത് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങണം. അബ്രഹാം സാറയോട് ചോദിച്ചില്ല. ചോദിച്ചാ അതിനുണ്ടോ? സാറയോട് ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല. യെസപ്പാ, ഞാൻ വരാം. കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തപ്പോഴേ അവർ ഇറങ്ങി. കൂടെ ലോത്തും കൂടെ ചേർന്നു. അബ്രഹാമിനെ ഒഴിവാക്കാൻ പറ്റുമോ? കൂടെ ചാർച്ചക്കാരനാണ് ലോത്ത്, അല്ലേ? അതിന്റെ അകത്ത് ലോത്തും അബ്രഹാമും കൂടെ പോയപ്പോ കർത്താവ് വഴി പറഞ്ഞു തരുന്നതേ ഇല്ല. അപ്പൊ അബ്രഹാമിനൊരു സംശയം, എന്നെ വിളിച്ച ദൈവം കറക്റ്റ് അല്ലേ? വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ ഉള്ളിൽ ഒരു ഭയം തോന്നി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോത്തും അബ്രഹാമും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കർത്താവ് നോക്കിയപ്പോ അവര് വളരെ സ്മൂത്താണ്. അവർ കൈ കൊടുക്കുന്നു, അവർ ആമേൻ പറയുന്നു, അവർ പ്രൈസ് ദി ലോർഡ് പറയുന്നു. അധിക നാൾ ഇവർ കൂടെ പോകുന്ന തോന്നുന്നത്. എന്റെ വാഗ്ദത്തം നിറവേറ്റാൻ പറ്റത്തില്ല. ദൂത ചിലത് കൈ തരാതിരിക്കുന്നത് നിന്നെ കർത്താവ് കണ്ടതുകൊണ്ടാ. ചില ശുശ്രൂഷകന്മാർ കൈ തരാത്തത്, ചില സഹപ്രവർത്തകർ കൈ തരാത്തത് നിന്റെ മേലുള്ള അഭിഷേകം അല്ല അങ്ങനെ കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വല്ലാതെ ഒറ്റപ്പെടലിന്റെ നടുവിൽ, ഒറ്റപ്പെടലും വേദനയും പ്രയാസവും ഞെരുക്കത്തിന്റെ നടുവിൽ ആരോരുമില്ലാതെ പൊട്ടിക്കറിഞ്ഞൊരു മണ്ഡലമുണ്ട്. ഒരു 6 മാസം ശുശ്രൂഷയൊന്നും ഇല്ലാതെ വീട്ടിയിരുന്നല്ലേ. അതിന്റെ അകത്ത് വീട്ടുകാർ നഷ്ടപ്പെട്ടു.
കൂട്ടുകാര് പോയി, ഞാൻ കൂടെ നിന്നോളാം സഹോദര എന്ന് പറഞ്ഞ സഭക്കാര് വിട്ടേച്ചു പോയി. പക്ഷെ ദൈവാത്മാവിലൂടെ പ്രവചിക്കുന്നു, നിന്നെ കണ്ട ദൈവം നിന്നെ ഈ ഒരു വൃത്തത്തിലൂടെ, ഈ കീബോർഡിലൂടെ ഇവിടെ ഇരുത്ത പദ്ധതിയിട്ട ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് കണ്ട ഒന്നുപോലും നഷ്ടപ്പെട്ടു പോയില്ല. കർത്താവിനെ എതിർത്ത് നിന്നാൽ കുഞ്ഞെ, നിന്നെ ശരിയാക്കണമെങ്കിൽ ഇനി കർത്താവ് വിചാരിച്ചാലും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, അയ്യോ എനിക്ക് ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഞാൻ അതാ പറയുന്നത്, 2 പേരുണ്ടെങ്കിലും ശുശ്രൂഷിക്കണം. ഒരാളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം. ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യണം. ഹല്ലേലൂയ. അബ്രഹാമിനൊപ്പം തമ്മിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ സന്തോഷത്തോടെ പോകുമ്പോ അബ്രഹാമിന്റെ ഇടയന്മാര് ലോത്തിന്റെ ഇടയന്മാര് തമ്മിലായി. കർത്താവ് കൊണ്ടുവന്നു ശുഭപ്രദനോടുള്ള ദൂത. കേട്ടോ, നിങ്ങൾ വിട്ടു പിരിയില്ലെന്ന് മനസ്സിലായി. രഞ്ജു ചേച്ചി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു. ആമേൻ പറഞ്ഞേ. കൈവൊക്കെ ആമ പറ. ദൂതാണോ? ഇവർ പിരിവൊന്നും തോന്നുന്നില്ല, പിരിവൊന്നും തോന്നത്തില്ല എന്ന് പറയുമ്പോൾ നീ മുഴക്കാലിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. പ്രാർത്ഥിക്കാൻ എപ്പോ തയ്യാറായോ തമ്മിലെ പ്രശ്നം. ഇടയന്മാര് പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഇന്ന് റിവൈവൽ ഫയർ ഗ്ലോബൽ ന്യൂസിനകത്ത് കയറത്തുള്ളൂ. ചിലതൊക്കെ കർത്താവ് കൊണ്ടുവരുന്ന നിന്നെ പഠിപ്പിച്ച് മാന്യതയുടെ ഇരിപ്പിടത്തിലേക്ക് ഇരുത്താനും. ഹല്ലേലൂയ. ഇതേപോലെ പ്രശ്നം. പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഇടയന്മാര് പറയും മുമ്പോട്ട് പോകാം, പ്രശ്നം മാറ്റി വെക്കണം. അബ്രഹാം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിട്ട് അബ്രഹാമിന്റെ വഴിക്ക് പോയി, ലോത്തിന്റെ വഴിക്ക് പോയി. എപ്പോൾ വഴി തിരിഞ്ഞു, അപ്പോൾ അബ്രഹാമിന്റെ മുമ്പിൽ വഴി തുറന്നു. തീയെ വർദ്ധിപ്പിക്കുന്നവരുടെ കൂടെ കൂടണം. അതാ ഈ റിവൈവൽ ഫയറിൽ ഇത്രയും ആൾക്കാരിരിക്കുന്നത്. തീയെ വർദ്ധിപ്പിക്കുന്നവരുടെ കൂടെ കൂടണം, അടയ്ക്കുന്നവരുടെ കൂടെ കൂടരുത്, പാലപ്പെടുത്തുന്നവരുടെ കൂടെ കൂടരുത്, മുറിപ്പെടുത്തുന്നവരുടെ കൂടെ നിൽക്കരുത്, സമയമാകുമ്പോ തള്ളിക്കളയുന്നവരുടെ കൂടെ നിൽക്കരുത്. രണ്ടാം കാവലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനെ നീ പിടിച്ചെടുക്കണം. മൂന്നാം കാവൽ നിർത്തിക്കുന്നത്, കൂടെ നിൽക്കുന്നത് മേഖലകൾ അകന്നു പോകുന്നു, കൂടെ നിൽക്കുന്നവർ അകന്നു പോകും. അപ്പനമ്മമാർ നമ്മളെ മാറ്റി നിർത്തും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവും, നിരന്തരമായ വഴക്കുണ്ടാവും. മൂന്നാം കാവലിന്റെ അകത്ത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഹോളി സ്പിരിറ്റ് തന്ന ദൂതനുസരിച്ച് എടുത്തതാണിത്. മനസ്സിലാവുന്നുണ്ടോ? നിരന്തരമായ വഴക്കുകൾ, നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ, ആരെന്ത് ചെയ്താലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളിലുണ്ടെങ്കിൽ കുഞ്ഞെ ആ ഒരു കെട്ടിനെ പൊട്ടിച്ചിട്ട് വേണം വീട്ടിൽ പോ. ഒരു പ്രശ്നമില്ല സിസ്റ്റർ, വേഗത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നന്നായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക അല്ലേ? ഇനി പെട്ടെന്ന് ഒരു കോപം എവിടെ നിന്ന് വന്നാ വലിച്ചിരിക്കുക, എവിടെ നിന്ന് വന്നെന്ന് അറിയില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര സ്നേഹത്തിരിക്കും, കുറച്ച് കഴിയുമ്പോ പൊട്ടിത്തെറിക്കുവാണ്. ചിലർ ദീർഘനിശ്വാസം അടക്കിയിരിക്കുമോ, ദൈവമേ ഇങ്ങനൊരു വിട്, ഞാൻ നിങ്ങളൊന്നും ചെയ്യത്തില്ല, നിങ്ങളൊരു വിട്. ഹല്ലേലൂയ. ഹൃദയമാ ഞാൻ പറയുന്നത് അല്ലേ? സത്യസത്യ ഹൃദയമല്ലേ ഞാൻ പറയുന്നത്? കുടുംബത്തിലെ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്? ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നേടുന്നതല്ല, ഇവിടെ ഇട്ടേച്ച് പോയേ പറ്റൂ. ഇനി എങ്ങനെ നമുക്ക് പിന്നെ ഒരു വലിയൊരാൾ കൂടെ ഉണ്ട്, വൈശാഖിയ വാഴ്ച. 3-ാം വാതിലിന്റെ അകത്ത് കിടപ്പുണ്ട്. അത് ഇരുമ്പ് വാതിലാണ്. ഇരുമ്പ് വാതിൽ പൊട്ടി പുറത്തു വന്ന സീസൺ തിരിയും. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇരുമ്പ് വാതിൽ പൊട്ടിച്ചാൽ നിന്റെ സീസൺ മാറും, നിന്റെ ശുശ്രൂഷ മാറും, നിന്റെ കൂട്ട് തെരഞ്ഞു വരും, നിന്റെ കുടുംബജീവിതം നന്നാവും. ആ ഇരുമ്പ് വാതിലിന്റെ അകത്ത് ഒരാൾ കൂടെ നിൽപ്പുണ്ട്, പൈശാചിക ലോകം. നീ എഴുന്നേറ്റ് ഒരു പാട്ട് പാടാൻ നിൽക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും, പ്രതികൂലങ്ങൾ തുടങ്ങും. കാരണം നിന്റെ മേലുള്ള വിളിയെ കണ്ടുകൊണ്ട് പൈശാചിക ലോകം എഴുന്നേൽക്കുകയാണ്. ആ പൈശാചിക ലോകത്തെ നീ വെട്ടിക്കളയണം. തയ്യാറാണോ? എങ്ങനെ വെട്ടിക്കളയാം അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ മീറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കും. 1-ാം കാവൽ കടക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 6:6.
നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കൂട്ടുകാർ വിട്ടേച്ചു പോകുമ്പോ, നാട്ടുകാർ വിട്ടേച്ചു പോകുമ്പോ, സഭക്കാർ വിട്ടേച്ചു പോകുമ്പോ നമ്മള് അവരോട് യുദ്ധം ചെയ്യാനല്ല പോവേണ്ടിയത്. എന്ത് ചെയ്യണം? മുമ്പിൽ പറഞ്ഞത് നീയോ എവിടെ പ്രാർത്ഥിക്കണം? രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. ആരെങ്കിലും നിങ്ങളെ കുറ്റം ആരോപിക്കുമ്പോൾ തിരിച്ചു പറയാൻ പോകരുത്. അതിൻ്റെ അകത്ത് മുഴങ്കാലും മടക്കണം. എല്ലാവരും കാണുകയല്ല വചനം പറയുന്നത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയെ കടക്കണം. അതിനുള്ള ദിവസങ്ങൾ വരാൻ പോകുന്നത് ശനിയാഴ്ച വരെ ഉണ്ട്. ആലയത്തിൽ വന്നിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം മറ്റുള്ളവരോട് നീ പറഞ്ഞു നടക്കണ്ട. മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അവർക്ക് നിങ്ങളെ മനസ്സിലാകത്തില്ല. നിന്റെ കണ്ണുനീർത്തുള്ളി വീഴുമ്പോ ചിലപ്പോ അവര് ഒന്നും മനസ്സറിഞ്ഞ് ഇരിക്കും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അവര് നിങ്ങൾക്ക് ചിലപ്പോൾ എതിരാകും. നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബിസിനസ്സിലായാലും, ദേശത്തിലായാലും, ശുശ്രൂഷയിലായാലും, കുടുംബത്തിലായാലും നമ്മുടെ വിഷയങ്ങളൊക്കെ അറിയുമ്പോൾ അവർ ചിലപ്പോൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും. അവരോടൊന്നും നമുക്ക് പറയണ്ട. പറയാനൊരിടമുണ്ട്. അതിന്റെ യേശുവിന്റെ സന്നിധിയാണ്. ചിലരൊക്കെ കരയുന്നതിനെ കാണും. മനുഷ്യൻ നിന്നെ തള്ളിക്കളയുമ്പോ, മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തുമ്പോ, മനുഷ്യൻ നിന്നെ കളിയാക്കുമ്പോ, നിന്നെ വിമർശിക്കുമ്പോ, പൈശാചിക ലോകം വിചാരിക്കും ഇവൻ തിരിച്ചു പറയും. തിരിച്ചു പറയുമ്പോൾ എന്ത് ചെയ്യും? കുടുംബജീവിതം അവസാനിക്കും. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? തിരിച്ചു പറയിക്കും. ഭാര്യ പറയുമ്പോൾ ഭാര്യ പറയുന്നതിന്റെ ഡബിൾ. അതെങ്ങനെ അതിന് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും? അങ്ങനെ ഭർത്താവ് പറയും. ഭർത്താവ് എങ്ങനെ പറഞ്ഞാൽ ഉള്ളിൽ കൊള്ളും. ഭാര്യയ്ക്ക് അറിയാം. കൂടെ തടക്കുകയല്ലേ ഇത്രയും നാൾ. പെടങ്ങല്ലേ പറയാനുള്ള പറഞ്ഞിട്ടു എങ്ങനെ കുത്തി നോവിച്ച് അപ്പത്തൂടെ എപ്പോട്ട് വരാമെന്ന് ഭാര്യയ്ക്ക് അറിയാം. അങ്ങനെയുള്ളത് എടുത്തിട്ട് കൊടുക്കും. ആ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് പോയി ബോധമില്ലാതെ പോകും. ദൂത ചിലതിനോടുള്ളത് എനിക്ക് പറഞ്ഞു പറ്റും. ദൈവാത്മാവ് ഇങ്ങനെ നിർബന്ധിക്കും. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ മനുഷ്യൻ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടിയാണോ? ഈ ചുട്ടുകൊള്ളുന്ന വെയിലിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ തുള്ളിയാണ് ഈ അനുഗ്രഹം. മറന്നു പോകരുത്. സഹോദരന്മാരുടെ കൂടെ നിൽക്കുക. അല്ല പരിശുദ്ധമ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു. അങ്ങനെയുള്ള സഹോദരന്മാരുടെ കാര്യം, അങ്ങനെ ചെയ്യാത്തവർ മാനസാന്തരപ്പെടണേ. അതും പറയണമല്ലോ. അവരുടെ കൂടെ നിന്നത് വേണ്ട. മനസ്സിലായോ? ദൈവാത്മാവിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോട് ചെയ്യണം. ഞാൻ ഒരു കാര്യം കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ യേശു കർത്താവ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സ്നേഹം, ഞാൻ കൺവെൻഷൻ മീറ്റിംഗിൽ പറഞ്ഞു, ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ്. എന്തെങ്കിലും തർക്കം ഉണ്ടാക്കുകയും അമ്മയുടെ സ്നേഹമാണ്. അമ്മ സ്നേഹിക്കുന്നത് പോലെ പെറ്റമ്മ ഞാൻ നിന്നെ സ്നേഹിക്കും. ദൈവാത്മാവ് ദൂത് പറയുന്നു. അവരൊക്കെ ഇട്ടേച്ച് പോയതേ നിന്റെ പേര് വിളിയോളോണ്ടാ സഹോദരി. കരയാനല്ല കർത്താവ് ചിരിക്കാൻ. വിട്ടേച്ച് പോയെങ്കിൽ നിന്റെ ദൂത് വരുമല്ലോ. അമ്മയപ്പന്മാരും തരേണ്ട സ്നേഹം തരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ വ്യത്യസ്തനാ. പലരും പല അമ്മമാരെ സ്നേഹിക്കുന്നത്, അപ്പന്മാര് മക്കളെ സ്നേഹിക്കുന്നത് കണ്ട് കരയുന്ന മക്കളോട് പരിശുദ്ധന്മാർ പറയുന്നു, നിന്നെ സ്വന്തം അപ്പനും അമ്മയും സ്നേഹിച്ചില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ പോറ്റമ്മമാരെയും ദൂതാട്ടോ. ചേച്ചി കൈകൊക്കാവോ? കരയുന്ന ചേച്ചിയല്ല ഒന്ന് കൈ. അതെ, ദൈവമോ പറയുന്നു, നിനക്ക് വേണ്ടി ചിലരെ കർത്താവ് ഒരുക്കും. നിനക്ക് വേണ്ടി കർത്താവ് ചിലരെ ഒരുക്കും. എനിക്ക് എന്റെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ കരുതുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ചിലരോട് പരിശുദ്ധമോ പറയുന്നു. ചിലരൊക്കെ കരയുന്നുണ്ട്. അവരോട് പരിശുദ്ധമോ പറയുന്നു, നിനക്ക് പോറ്റമ്മമാരും ഉണ്ടാകും. സ്വന്തം അപ്പ സ്നേഹിച്ചില്ലേ ഗുഡ് ബൈ പറ. സാരയില്ല പപ്പ, സാരയില്ല അമ്മ. സഹോദര സ്നേഹിച്ചില്ലേ സാരയില്ല സഹോദര. എന്നെ സ്നേഹിക്കാൻ, എന്നെ കരുതാൻ എന്റെ കർത്താവ് ചിലരെ ഒരുക്കി. രണ്ടാമതായി ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ പറഞ്ഞ ആരാ? കൺവെൻഷൻ വന്നവർ പറഞ്ഞു ഏറ്റവും വലിയ കരുതൽ ആരാ? നിങ്ങൾ ആരും കൺവെൻഷൻ ശ്രദ്ധിച്ചില്ല. ഉറക്കെ പറഞ്ഞു ചേച്ചി. അത് തന്നെ. അല്ല,
കരുതൽ. മക്കള് വീണ് പോവോ? എന്റെ മക്കള് സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ അപ്പന്മാരെ വിളിച്ച് തിരക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ തിരക്കുന്ന ചിലരൊക്കെ കരയും. അതൊന്നും ഇല്ലാത്തോണ്ടാ ചിലര് കുളിഞ്ഞിരുന്ന് കരയുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നുണ്ട്. ആമേ. മക്കളെ വല്ലതും തിന്നാന്ന് ചോദിക്കോന്ന് വിളിച്ചിട്ട് ചോദിക്കോ? അപ്പൊ ഒന്നുകൂടെ ചോദിക്കോ, മക്കളെ വല്ലതും തന്ന അമ്മ ചോദിക്കോ? ആഹാരം കഴിച്ചാൽ ചോദിക്കില്ലേ? നിനക്ക് ഡ്രസ് ഉണ്ടോ ചോദിക്കത്തില്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരോടാ പറയുന്നത്? അമ്മേനടുത്ത്, പപ്പേനടുത്ത് പറയും. കാരണം പപ്പയോട് പറഞ്ഞാലേ വല്ലത് നടക്കൂ. സ്വർഗത്തിലെ പപ്പനോട് പറ, ചിലത് നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിലെ അപ്പന്മാർ കരുതുന്നില്ലെങ്കിൽ സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കും. മൂന്നാമത്തെ ബന്ധം, ദൃഢമായ ബന്ധം എന്ന് പറയുന്നത് സഹോദര സ്നേഹമാണ്. ഹല്ലേലൂയ. നിനക്ക് പ്രശ്നം വരുമ്പോ സഹോദരന്റെ വീട്ടിൽ പോവല്ലേ മോനെ. ഏറ്റവും വലിയ സ്നേഹമൊക്കെ തന്നെയാ. അതിന് പ്രശ്നത്തിന് ഏറ്റവും അധികം അടികൊടുക്കുന്നതും സഹോദരങ്ങളാണെന്നുള്ള സത്യം ഞാൻ അറിയുന്നു. പോവല്ലേ, പ്രശ്നം വരുമ്പോ സഹോദരന്റെ അടുത്ത് പോവല്ലേ. അതിനേക്കാൾ അയൽക്കാരൻ നിനക്ക് നല്ലതാ. മാധ്യമങ്ങൾ കാണുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാകുന്നില്ലേ? അമ്മയെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, സ്വത്തിന് വേണ്ടി സഹോദരങ്ങളെ കൊല്ലുന്നു. ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ നിറപടിയായി നിറവേറുന്ന അന്ത്യകാലമായി. ഇനി ഒരു ബന്ധം കൂടെ ഉണ്ട്, പിരിയാൻ പറ്റാത്ത ബന്ധം. മനുഷ്യരല്ല ഇവരെ യോജിപ്പിച്ചത്. വിവാഹ ഉടമ്പടിയിലൂടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കൈ പിടിച്ചാൽ അപ്പന്റെ കരുതൽ അവസാനിച്ചു. എന്തുകൊണ്ട് മനുഷ്യനെ കൊണ്ടുവന്ന് 5 മിനിറ്റ് കൂടെ എടുത്ത് ഞാൻ നിർത്തും. 1 കാലം നിർത്തി ഞാൻ എന്തായാലും. അപ്പന്റെ കരുതൽ അവസാനിച്ചു അവിടെ. ഈ കുഞ്ഞിനെ ഒരു മകനുമായി കർത്താവ് യോജിപ്പിച്ചു വിട്ടാൽ പിന്നെ അപ്പന്റെ കരുതൽ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഈ കൈ പിടിക്കേണ്ട ആരാണ്? ഭർത്താവ്. ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല ഇവർക്ക്. പ്രശ്നം വരും, കൊടുങ്കാറ്റ് വരും, ഈ ബന്ധം വിടരുത്. മനസ്സിലായോ? നിന്റെ നിയോഗം അതാണ്. പ്രശ്നം വരും, പ്രതികൂലം വരും, കയ്യൊക്കെ കാലൊക്കെ അടിച്ചൊന്ന് വരും, പ്രശ്നങ്ങൾ കൊണ്ട് നിന്റെ ജീവിതം ഉടഞ്ഞതും വരും, ഈ ബന്ധം വിടരുതെന്ന്. അവൻ കൊള്ളത്തില്ലെന്ന് പറയും, അവൾ കൊള്ളത്തില്ലെന്ന് പറയും. ഈ കുഞ്ഞെ വിടരുത്. അപ്പനമ്മയുടെ കാലഘട്ടം കഴിയുമ്പോ സഹോദരങ്ങൾ നിന്നെ പുറത്താക്കും. നിന്റെ അമ്മയപ്പന്റെ കാലം കഴിയുമ്പോ നീ അനാഥയാകും. നിന്റെ കൈ പിടിച്ചെന്ന മനുഷ്യൻ മാത്രം നിന്റെ കൂടെ കാണും. എന്തുകൊണ്ട് കഷ്ടം കൊണ്ടുപോയി എനിക്കറിയില്ല. ഭയങ്കര ദൈവസാന്നിധ്യം വെളിപ്പെട്ടത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവർക്കും ഒന്നാമതായി പ്രാർത്ഥന എന്ന ആയുധം, രണ്ടാമതായി ആരാധന എന്ന ആയുധം. നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ആരാധന എന്ന ആയുധം. മൂന്നാമതായി ഹല്ലേലൂയ, ഹല്ലേലൂയ. തയ്യാറാണോ നിങ്ങൾ ആരാധിക്കാൻ? ഹല്ലേലൂയ. ആ മഹത്വം വെളിപ്പെടണമെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കണം. രണ്ടാമതായി ആരാധന, മൂന്നാമതായി വിശുദ്ധി. ഇതുകൂടെ ഒന്ന് വായിക്കാവോ? 1 തീമോഥെയോസിന്റെ ലേഖനം 1:5. 1 തീമോഥെയോസിന്റെ ലേഖനം 1:5. തീമോഥെയോസിന്റെ ലേഖനം 1:5. ജീവിത വിശുദ്ധി. ഇരുമ്പ് വാതില് പൊളിക്കണമെങ്കിൽ വിശുദ്ധി ഉള്ളവന് മാത്രമേ പിശാചിന് പേടിയുള്ളൂ. എന്തുകൊണ്ട് ഇവിടെ പിശാച് അലറുന്നു? കാരണം ഇവിടെ വെളിപ്പെടുന്നത് ദൈവ സാന്നിധ്യമാണ്. പിശാചിന് പേടിയുള്ളത് ആരെ മാത്രമാ? വിശുദ്ധനാണ്. നമ്മൾ പറഞ്ഞല്ലേ, കഴിഞ്ഞ കൺവെൻഷനിൽ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? വിശുദ്ധിയായി ജീവിക്കുന്നവൻ അവന് പേടിയാ. അതുകൊണ്ട് പിശാചിനുള്ളത് ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ ശുദ്ധ ഹൃദയം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ശിശുക്കളെ പോലെ ആയിട്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കുഞ്ഞു മാവേ ഞാൻ കണ്ടു. ഡ്രൈവ് ചെയ്തോണ്ടോ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക. കുഞ്ഞിനെ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അമ്മ ഇങ്ങനെ സഹായിച്ചോണ്ടിരിക്കുക. കുഞ്ഞ് കള്ളം പറയത്തില്ല അമ്മയോട്.
അപ്പനോട് കള്ളം പറയത്തില്ല. ഒരു പരിധി കഴിഞ്ഞുള്ള കുഞ്ഞിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. കള്ളം പറയാൻ അറിഞ്ഞുകൂടാത്ത, തെറ്റേത് ശരിയെന്ന് അറിഞ്ഞുകൂടാത്ത ശിശുക്കളെയാണ് സ്വർഗരാജ്യത്തിലേക്ക് കർത്താവ് കണക്ട് ചെയ്തത്. അങ്ങനെ ആവാൻ പറ്റുമോ? ഒരുവൻ വളർന്നു കാണുമ്പോ അതൊന്ന് കൈയടിച്ചാൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അവർ വീണ് പോകാതെ ചുമര് കൊടുക്കുവാൻ, ബലഹീനരെ ഒന്ന് താങ്ങുവാൻ, അങ്ങനെയുള്ള ചിലതിനെ ഇതിന്റെ അകത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കും. ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ചിലതിന്റെ മേൽ ദൈവ സാന്നിധ്യത്തിന് അസാധാരണ മഹത്വം വെളിപ്പെടും. പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഈ ജനത്തിന് വോളണ്ടിയേഴ്സ് ശ്രദ്ധിച്ചോണം. ചില ചങ്ങലകൾ പൊട്ടി ജനം പുറത്തു വരട്ടെ. ആരാധന പുറത്ത് ആരാധിച്ച് എല്ലാവരും ആരാധിച്ച് വിടുതൽ വേണമെങ്കിൽ ആരാധന വേണം, പ്രാർത്ഥന വേണം, ഓ വിശുദ്ധ ജീവിതം വേണം. നമ്മുടെ
അഭിനീതനെ പട്ടി തെളിയിച്ചുകൊള്ളും കാലം അഭിനീതനെ ശോഭയുള്ളൂ ഭൂതമുടത്ത വിളിക്കുമ്പോ അനുഭവ ഒരുങ്ങി നിൽക്കുന്ന ശോഭയുള്ളൂ ഭൂതമുടത്ത വിളിക്കുമ്പോ അനുഭവ ഒരുങ്ങി നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയുടെ സ്തോത്രം. ഞങ്ങൾക്കെതിരെയും ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ജീവന്റെ ആരാധനയായി ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചവർക്ക് സ്തോത്രം. കർത്താവേ, പാടി മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ഭാഗങ്ങൾ ശുശ്രൂഷിച്ച എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് ദൈവജനം സംസാരിച്ച പ്രിയപ്പെട്ട മകളെ ദൈവം എടുത്തു പോയിട്ട് സ്തോത്രം. കർത്താവേ, അനേക വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ മക്കളെ യേശുവിന്റെ നാമത്തിൽ അടിയപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവർക്ക് നൽകി സഹായിക്കണമേ. കർത്താവേ, തുടർന്നുള്ള ഈ 4-3 ദിവസങ്ങളും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, ശനിയാഴ്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ മക്കൾക്കും ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നമ്മുടെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഇവരോടും ഇന്നവരിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ